ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ കിളി രാവിലെ പതിവ് പോലെ വന്ന് മിക്സ്ചറൊക്കെ തിന്ന് അവിടെ മക്കളുമായിട്ടാണ് വന്നത്. എല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് പറന്ന് പോയി ആഹാരമൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. ഇന്ന് നമ്മൾ കോക്കനട്ട് റൈസായിരുന്നു ഉണ്ടാക്കിയത് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ജോലികളൊന്നുമില്ല, എളുപ്പമാണ്. എന്നാലും ഇച്ചിരി തേങ്ങാപ്പാൽ എടുക്കണം, അതേ ഉള്ളൂ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഘടകം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കോക്കനട്ട് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോക്കനട്ടാണല്ലോ. തേങ്ങ ചിരകിയത്, ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ടൊന്ന് ചുമക്കെ വറുത്തെടുക്കണം. ഒരുപാട് മൂത്ത് പോകണ്ട, എന്നാലും ഒന്ന് ചുമന്ന് വരണം. അത് വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കോരി ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ആകുമ്പോൾ തീ കുറച്ചിട്ട് വേണം നമ്മൾ വറക്കാൻ. തീ കൂട്ടിക്കിടന്നാൽ അത് കരിഞ്ഞു പോകും. തീ കുറഞ്ഞ തീയിൽ ഒന്ന് ചുമക്ക വറുത്ത് മാറ്റണം. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് മതി, ഒരു 2 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി. നമ്മൾ അരി എത്രയാണോ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന്, മുഴുവനായിട്ടുള്ള ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ തുവരപ്പരിപ്പ്, ഇത്രയും കൂടി ഇട്ട് അതും ഒന്ന് ചുമക്ക വറക്കണം. വറുത്ത് കോരി മാറ്റി വെക്കണം. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലാണ് എപ്പോഴും ഇടേണ്ടത്, അത് ശ്രദ്ധിക്കണം. ചെറു തീയിലിട്ട് ചുമക്ക വറുത്ത് അതും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം. അതിനുശേഷം അതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത്, ക്യാരറ്റ്, 2 പച്ചമുളക് ഇത്രയും കൂടെ അരിഞ്ഞതിട്ട് അതും ഒന്ന് വഴറ്റണം. അത് നന്നായി വഴലണം. അതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് നേരം അതൊന്ന് ഇളക്കി അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് ചോറിനൊരു നല്ല കളറൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് അരിയുണ്ട്. അത് കഴുകി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുകയാണ്. അതുകൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ് ഒന്ന് അരി ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഈ അരി വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ തേങ്ങയുടെ 1-ാം പാലെന്നോ 2-ാം പാലെന്നോ ഒന്നുമില്ല. തേങ്ങ ആദ്യം തന്നെ നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ച് ആ പാൽ, ഒരു 1/2 കപ്പ് 3/4 കപ്പോളം പാലുണ്ട്, അത് ഒഴിച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. ആവശ്യത്തിന് ഉപ്പ് പോരായെങ്കിൽ ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ആ തേങ്ങാപ്പാലിൽ കിടന്ന ചോറ് വേവുന്നവരെ അടച്ച് വയ്ക്കുക. ഇപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി, തേങ്ങാപ്പാലെല്ലാം വറ്റി, ചോറ് പരുവത്തിന് വെന്തിട്ടുണ്ട്. കുഴഞ്ഞിട്ടും ഒന്നുമില്ല, നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. തേങ്ങ വറുത്തത് എങ്കിലേ ആ ചോറിനൊരു നല്ല ടേസ്റ്റ് വരും. ആ വറുത്ത തേങ്ങ ഇടയ്ക്ക് ചവയ്ക്കാൻ കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ്, കപ്പലണ്ടിയും ഉഴുന്നും തോരപ്പരിപ്പും അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കണം. അവസാനം വേണേൽ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് വെച്ചേക്കാം, എങ്ങനെ വേണേലും. കരിവേപ്പിലയും ഒക്കെ ഇടാം. ഞാൻ അവസാനം ഒരു കരിവേപ്പില എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ രാവിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. രാവിലെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.